നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ലോകത്തെ വിറപ്പിച്ച ഒരു സാമ്പത്തിക വാർത്തയിലേക്കാണ് നാം ഇന്ന് നോക്കുന്നത്. ആഗോള എണ്ണ വിപണിയിലെ ആറ് പതിറ്റാണ്ടിലേറെ കാലം വിരൽത്തുമ്പിൽ നിർത്തിയ ഒപെക് എന്ന വൻശക്തി കൂട്ടായ്മയിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. ഒപെക്കിലെ ഏറ്റവും കരുത്തരായ അംഗങ്ങളിൽ ഒന്നായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആ കൂട്ടായ്മ വിടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നിർണായക സാഹചര്യത്തിൽ UAE ഇത്തരമൊരു തീരുമാനമെടുത്തത്? ഇത് ആഗോള എണ്ണവിലയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കും? പശ്ചിമേഷ്യയിൽ സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള മത്സരത്തിന്റെ പുതിയൊരു അധ്യായമാണോ ഇത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 6 പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒപെക് എന്ന സംഘടന വിടുന്നത് ലോകം ഏറെ അമ്പരപ്പോടെയാണ് കേട്ടത്. നിലവിൽ പശ്ചിമേഷ്യയിൽ US-ഉം ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾ ഊർജ്ജ വിപണിയെ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് UAEയുടെ നിർണായകമായ തീരുമാനം വരുന്നത്. 1967 അംഗത്വമെടുത്ത UAE ഈ വർഷം മെയ് 1 തീയതി മുതൽ സംഘടനയുടെ ഭാഗമായിരിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേവലം ഒരു സാമ്പത്തിക തീരുമാനം എന്നതിലുപരി വരാനിരിക്കുന്ന വലിയ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയായാണ് ലോകം ഇതിനെ കാണുന്നത്. സ്വന്തം രാജ്യത്തിന്റെ തന്ത്രപരമായ തെരഞ്ഞെടുപ്പും പരമാധികാര തീരുമാനവുമാണിതെന്നാണ് UAE സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ പിന്മാറ്റത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എണ്ണ ഉൽപാദനത്തിന്മേൽ ഒപെക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ നിയന്ത്രണങ്ങളാണ്. എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ദശാബ്ദത്തിൽ UAE കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രതിദിനം 50 ലക്ഷം ബാരൽ എന്ന ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താനാകും. എന്നാൽ ഒപെക്കിന്റെ കോട്ട നിയന്ത്രണങ്ങൾ കാരണം തങ്ങളുടെ മുഴുവൻ ശേഷി ഉപയോഗിക്കാൻ UAEക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നിക്ഷേപിച്ച തുകയ്ക്ക് അനുസരിച്ചിട്ടുള്ള ലാഭം നേടണമെങ്കിൽ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് UAE തിരിച്ചറിഞ്ഞിരിക്കുന്നു. കോട്ട വർദ്ധിപ്പിക്കാൻ വർഷങ്ങളായി UAE നടത്തിയ ശ്രമങ്ങൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് അവർക്കിടയിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സാമ്പത്തിക കാര്യങ്ങൾക്കൊപ്പം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ മത്സരങ്ങൾക്കും ഈ തീരുമാനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഒപെക്കിന്റെ തലവനായി അറിയപ്പെടുന്ന സൗദി അറേബ്യയും UAEയും തമ്മിൽ സമീപകാലത്തായി വിവിധ വിഷയങ്ങളിൽ കടുത്ത അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. യമനിലെ സൈനിക ഇടപെടലും സുഡാനിലെ വിഷയവും ചെങ്കടലിലെ ആധിപത്യത്തിലും ഇരു രാജ്യങ്ങളും വ്യത്യസ്ത ചേരികളിലാണ്. മേഖലയിലെ സാമ്പത്തിക കേന്ദ്രമായി മാറാനുള്ള മത്സരത്തിൽ സൗദിയുടെ ആധിപത്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ UAE നിലവിലെ സാഹചര്യത്തിൽ തയ്യാറല്ല. കൂടാതെ ഒപെക്കിലെ തന്നെ അംഗമായ ഇറാൻ UAEയുടെ എണ്ണ പശ്ചാത്തല സൗകര്യങ്ങൾക്കും ടൂറിസം മേഖലയ്ക്കും നേരെ ആക്രമണങ്ങൾ നടത്തിയത് സംഘടനയുടെ ഐക്യത്തിന് മേൽ കരുതൽ വീഴ്ത്തിയിരുന്നു. അമേരിക്കയുമായുള്ള UAEയുടെ വർദ്ധിച്ചു വരുന്ന അടുപ്പവും ഈ നീക്കത്തിന് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഒപെക്കിനെ ഒരു കുത്തകയായി കാണുന്ന വാഷിംഗ്ടണിന് UAEയുടെ ഈ പിന്മാറ്റം വലിയ വിജയമാണ്. US എണ്ണ വിപണി കീഴടക്കിയതോടുകൂടി തന്നെ ഒപെക്കിന്റെ സ്വാധീനം പണ്ടേ കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇപ്പോൾ UAE കൂടി പുറത്തു പോകുന്നതോടുകൂടി ഒപെക്കിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അത് കരുത്തേകും. ഇതിലൂടെ അമേരിക്കയുമായി കൂടുതൽ ശക്തമായ പ്രതിരോധ സാമ്പത്തിക കരാറുകളിലേക്ക് നീങ്ങാൻ UAEക്ക് സാധിക്കും. ഇത് പശ്ചിമേഷ്യയിലെ പുതിയൊരു ശക്തി സമവാക്യത്തിന് കൂടിയായിരിക്കും തുടക്കമിടുക. ആഗോള എണ്ണ വിപണിയിൽ ഈ തീരുമാനം വലിയ ചാഞ്ചല്യങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപെക്കിന്റെ ആകെ ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗവും കൈകാര്യം ചെയ്യുന്ന UAE സ്വതന്ത്രമായി എണ്ണ എത്തിക്കാൻ തുടങ്ങിയാൽ എണ്ണ വിലയിൽ വൻ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയെ പോലെയുള്ള വലിയ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഗുണമേകുമെങ്കിലും വിപണിയിൽ വലിയ അസ്ഥിരതയ്ക്ക് കാരണമാകും. യുദ്ധം കാരണം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ UAEയുടെ നിലപാട് ലോകം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപെക്കിന്റെ ഭാവി തന്നെയാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. UAEയെ പിന്തുടർന്ന് മറ്റു രാജ്യങ്ങളും ഒപെക് വിടാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ലോക ഊർജ്ജ വിപണിയെ നിയന്ത്രിച്ചിരുന്ന ഒപെക്കിന്റെ അപ്രമാദിത്യം ഇല്ലാതെയാകും. ചുരുക്കത്തിൽ UAEയുടെ ഈ പിന്മാറ്റം കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ 2 വൻശക്തികളായ UAEയും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരത്തിന്റെ പ്രതിഫലനം കൂടിയാണിത്. വർഷങ്ങളായി ഒപെക്കിന്റെ നട്ടലായിരുന്ന ഈ 2 രാജ്യങ്ങൾ ഇപ്പോൾ വ്യത്യസ്ത താൽപര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ഗൾഫ് മേഖലയുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. മേഖലയിലെ അപ്രമാദിത്വത്തിനായി സൗദി അറേബ്യ നടത്തുന്ന നീക്കങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് മറുപടി നൽകാനാണ് UAE ലക്ഷ്യമിടുന്നത്. ഈ രാഷ്ട്രീയ വടംവലി പശ്ചിമേഷ്യയിലെ ഐക്യത്തിന് മേൽ വലിയൊരു ചോദ്യചിഹ്നമാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു യുഗത്തിന്റെ തുടക്കം കൂടിയാണ്.
ഒപെക്കിന്റെ കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ലാതെ UAE സ്വതന്ത്രമായി എണ്ണ വിപണിയിൽ എത്തിക്കുന്നത് വില കുറയാൻ ഇടയാക്കിയേക്കാം. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഗുണകരമാകുമെങ്കിലും എണ്ണയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും. അമേരിക്കയും റഷ്യയും UAEയും സ്വന്തം നിലയ്ക്ക് വിപണി നിയന്ത്രിക്കാൻ തുടങ്ങുന്നതോട് കൂടി എണ്ണവിലയുടെ ഗതി നിശ്ചയിക്കാനുള്ള ഒപെക്കിന്റെ കഴിവ് ചരിത്രത്തിന്റെ ഭാഗമായേക്കാം. ലോകം ഹരിത ഊർജത്തിലേക്ക് ചൂടുവെക്കുന്ന ഈ കാലഘട്ടത്തിൽ എണ്ണ വിപണിയിലെ ഈ മാറ്റങ്ങൾ ഊർജ രാഷ്ട്രീയത്തിന്റെ പുതിയൊരു അധ്യായമാണ് തുറക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.